പല വീടുകളിലും ഇന്നും അച്ഛന്മാര് ഭയങ്കര പേടിയായിരിക്കും. ഇപ്പൊ പൊതുവെ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ, ഒരു കറണ്ട് ബില്ല് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഷോർട്ടായൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഒന്നിച്ച് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരും അങ്ങനെ എന്താ പറയാ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ചില ഫാമിലീസിൽ. അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അധികം ഭാര്യമാർക്കും മക്കൾക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഇവര് അച്ഛൻ്റെ അടുത്ത് പറയാം, അച്ഛൻ ഒന്ന് ചീത്തയേക്കും, ഇനിയിപ്പോ എങ്ങനെ പറയും എന്ത് പറയും എന്നൊക്കെ ഉള്ളത്. പൊതുവെ അധിക സ്ഥലത്തും കേൾക്കാറ് ഈ കറണ്ട് ബില്ലൊക്കെ കൂടുമ്പോൾ അധികം പേരും എടുത്ത് കറണ്ട് ബില്ല് വാങ്ങിയവരും പറയും, അയ്യോ ബില്ല് നല്ലോണം കൂടിക്കും, ഇന്നിപ്പം നല്ലോണം കേൾക്കാൻ വന്നിട്ടുണ്ട് വെച്ചാന്ന് പറയും. ശരിക്കും ഇത് അവര് മാത്രം ഒരു മിസ്റ്റേക്ക് അല്ലല്ലോ. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനം അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരാൾ ഒറ്റയ്ക്കല്ലല്ലോ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാവരും അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. നമ്മൾ ഒരാളെ മേലിലേക്ക് അത് ചാർത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒന്നിച്ച് താമസിക്കുമ്പം എല്ലാവരുടെ ഇഷ്ടങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരുടെ ഇഷ്ടങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം എന്താ പറയാ, ഇപ്പം അങ്ങനെ എല്ലാവരുടെ ഇഷ്ടങ്ങളും നോക്കി ഒരു ജസ്റ്റ് നമ്മൾ വീടായിട്ട് ജീവിക്കുമ്പോൾ അതൊരു വീടാന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. മറ്റൊരാൾ അധികാരത്തിന്റെ കീഴിൽ നമ്മൾ പേടിച്ച് ഇങ്ങനെ ജീവിക്കുന്നത് അതൊരു ലൈഫായിട്ട് നമുക്കും തോന്നില്ല. പിന്നെ കൂടെ ജീവിക്കുന്നവർക്കും അത് ഭയങ്കര ബോറടി ആയിട്ടേ തോന്നുള്ളൂ. അപ്പം എല്ലാം ഷെയർ ചെയ്ത് എല്ലാം ഒരു കമ്പനി ആയിട്ട് അല്ലെങ്കിൽ കുറെ നമ്മൾ ഈ കുറ്റപ്പെടുത്തലും ചീത്ത പറയലൊക്കെ ഒഴിവാക്കി ഒരു കമ്പനി ബേസിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ കുടുംബം എന്താവുള്ളൂ, സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ.